MBBS എടുക്കണ്ടായിരുന്നല്ലോ, അല്ല എടുത്തു പോയല്ലോ. ഇപ്പൊ എക്സാമിന് സമയം നമ്മളെ കോഴ്സിലാണെങ്കിൽ പോലും നമ്മൾ മുഖത്തോട് മുഖത്ത് പോലും ആരും നോക്കത്തില്ല. കാരണം അങ്ങനെയാണ് ലൈഫ്. അപ്പൊ നമുക്കൊരു സങ്കടം വരും. ഡോക്ടേഴ്സ് ഉള്ളൊരു ഫാമിലി നല്ല വരുന്നത് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ അതാ, ഈസ് MBBS റിയലി വർത്ത് ഇറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടികളിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ലൈഫിലുള്ള കുട്ടികളിലോ എപ്പോഴും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറെ കമന്റ്സ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അയ്യോ MBBS എടുക്കണ്ടായിരുന്നല്ലോ, അല്ല എടുത്തു പോയല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല, റെസ്പെക്ട് ഇല്ല, അതില്ല, കോമ്പറ്റീഷൻ ആണ്, എടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള കുറെ കമന്റ്സ് വരും. ഈ കമന്റ്സ് കാണുമ്പോൾ ഒരു 10ഓ 12ഓ പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ, ഫുൾ കൺഫ്യൂഷൻ. അയ്യോ ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ നീറ്റിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർന്നു, ഞാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നാളെ എനിക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും വരാം. അപ്പൊ ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. എന്റെ ലൈഫിൽ എന്റെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ബർത്ത് അല്ലാത്ത പോലെയോ അങ്ങനെ വല്ല തോന്നിയിട്ടുണ്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എസ് ആണോ നോ ആണോ, ഇതെല്ലാം ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് അവരുടെ ആ മെഡിക്കൽ ലൈഫ് കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ, അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പലർക്കും പല പല റീസൺ ആയിരിക്കും. ഇപ്പൊ പേരൻസ് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പോലെ ഡോക്ടർ ആവാൻ വേണ്ടി പോകുന്നവരുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്തിട്ട് ചേരുന്നവരുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡാണ്, നമുക്ക് ഓരോരുത്തർക്ക് ടാലന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് നോക്കാൻ അത് ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ. ഇപ്പം നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു സർവീസ് പോലെ ചെയ്യുന്ന, സോഷ്യൽ സർവീസ് പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനെ പല പല റീസൺ കൊണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മെഡിക്കോ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഫാക്ടർ. ഇപ്പം ഏതൊരു പ്രൊഫഷൻ എടുത്താലും അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അല്ലാണ്ട് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ പണ്ട് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ, ഉത്സവത്തിനാണ് എനിക്ക് അറിയത്തില്ല, നമ്മൾ മരണക്കിണർ കാണാറുണ്ടല്ലോ. ഇപ്പൊ അതിൽ റൈഡ് ചെയ്യുന്ന ചേട്ടന്മാർ, അപ്പൊ അവർക്കറിയാം അവരുടെ ലൈഫ് റിസ്ക് വെച്ചിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നതെന്ന്. പക്ഷെ അതേ സമയത്ത് അവരുടെ ലൈഫിൽ അവർ ആ ഒരു റൈഡ് ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ്, പക്ഷെ അവർ അതിലൊരു എൻജോയ്മെന്റ് കാണുന്നുണ്ട്. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ കഴിവുണ്ട് നമുക്ക്. ആ ഒരു അതേ രീതിയിൽ അവർ ഇപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയല്ലേ. അത് വെച്ചിട്ട് അവർ അത് ചൂസ് ചെയ്തു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന് എന്തെങ്കിലും വന്നിട്ട് അവരുടെ ലൈഫ് വെച്ചിട്ട് തന്നെയാണ് അവരത് അവിടെ കളിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവരത് ചെയ്യുന്നു. അതുപോലെയാണ് ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തോടെ നമ്മുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡാന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു ഫീൽഡിലും കഴിവില്ല. അതായത് ഇപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫിസിക്സും കാര്യങ്ങളും എന്റെ കൺസെപ്റ്റ് സ്ട്രോങ് അല്ല. എനിക്ക് അത് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അതിന് കാര്യമില്ല. പക്ഷെ നമുക്ക് കൺസെപ്റ്റ്, നമ്മുടെ നോളജ് അപ്ലൈ ചെയ്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അതേ സമയത്ത് ഒരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ലൈക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഇപ്പം എന്നോട് ഒരാൾക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാം ഇതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുഞ്ഞിനെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു മെഡിക്കൽ ഫീൽഡ് തന്നെ എടുക്കാന്ന് ഓർത്തു. അതിലൊരു MBBS ഒരു ഡോക്ടർ എന്നുള്ളൊരു ബോധം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൊഫഷനോട് കിട്ടുന്ന റെസ്പെക്റ്റും അതുകൊണ്ടായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഇത് എന്റെ ലൈഫ് വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിൽക്കാനും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരൊന്ന് സമാധാനിപ്പിക്കാനും എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ വരുന്ന പേഷ്യൻസ് വരുന്നുണ്ടായിരിക്കും, അവരൊക്കെ ഒരു ഹാപ്പി ആയിട്ട് നല്ല ചില്ല് ചെയ്ത് സംസാരിക്കാൻ ഓക്കെ ആക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ടും പിന്നെ നമുക്ക് തന്നെ അറിയാം ഒരു പീരീഡിൽ ആ ഒരു ഡോക്ടറിന്റെ ഒരു എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന്റെയും ആ ഒരു ജോബിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കിയ ഒരു പോയിന്റ് കൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്രൊഫഷൻ മതി എന്നൊരു തീരുമാനം എടുക്കും. അതിനുശേഷം നമ്മൾ MBBS കോളേജിൽ ചേരുമ്പോഴേക്കും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ട് വരും. നമ്മൾ ചിലപ്പോൾ എപ്പോഴും എക്സാമിന് പാസ് ആയിക്കൊണ്ടിരുന്ന കുട്ടികളായിരിക്കും, പക്ഷെ നമ്മൾ അവിടെ ഫെയിലിയർ ആകും. അതുപോലെ തന്നെ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ വൈവയ്ക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫാക്കൽറ്റീസ് ഒക്കെ നമ്മൾ പുച്ഛിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും. അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു ഫാക്ടർ അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കണം കോളേജിൽ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഡിഗ്രി വൈവൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ അവിടെ പോകുന്നത്. നമുക്ക് അവിടെ കിട്ടുമ്പോൾ അതൊന്നും കിട്ടത്തില്ല. നമുക്ക് ഫുൾ ടൈം 70% പഠിത്തവും 30% എൻജോയ്മെന്റ് മാത്രമായിരിക്കും നമുക്കൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കാരണം ആ എൻജോയ്മെന്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലാണ്ട് നമ്മൾ പഠിത്തം മാത്രമായിട്ട് ഇരിക്കാനാണെങ്കിൽ അവിടെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് സൈഡിലായിട്ട് എൻജോയ്മെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ പല രീതിയിലും. അപ്പൊ നമ്മൾ ഓർക്ക് ഫുള്ള് പഠിത്തം മാത്രമേ ഉള്ളൂ, സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. ഇപ്പൊ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എന്റെ MBBS എക്സാമിനൊക്കെ സമയത്ത്
ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാരണം നീറ്റിന്റെ സമയത്ത് തന്നെ നമ്മള് ഫുള്ള് പഠിത്തമായിട്ടിരുന്നു. MBBS ആയി കഴിഞ്ഞപ്പോഴും അപ്പോഴും പഠിത്തം തന്നെ. പഠിത്തം മാത്രമേ ഉള്ളൂ. അതിന്റെ പോലെ തന്നെ എന്താ പറയാ, എന്റെ ഫാമിലിയിലുള്ള എന്റെ അമ്മയ്ക്കും അപ്പയ്ക്കും എനിക്ക് കൂടുതൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എക്സാമിന്റെ സമയം നമ്മളെ ഹോസ്റ്റലാണെങ്കിൽ പോലും നമ്മൾ മുഖത്ത് പോലും ആരും നോക്കത്തില്ല. കാരണം അത് അങ്ങനെയാണ് ലൈഫ്. അപ്പൊ നമുക്കൊരു സങ്കടം വരും. ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഫീൽ വരും. പക്ഷേ നമ്മള് ഈ ഒരു കോഴ്സ് അത്രയും ഇഷ്ടത്തോടെ എന്താ പറയുന്നു വേരുറക്കിയെന്ന് പറയല്ലേ, നമ്മുടെ മനസ്സിൽ ആ വേരുറച്ച പോലെയാണ് ഇരിക്കുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ഏതൊരാളായാലും ഒരു എക്സാം ടൈമിൽ ഒരു തവണയെങ്കിലും പറയും, അയ്യോ ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത് എടുത്തതെന്ന് പറയും. പക്ഷെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഓക്കെ. എന്താ നമ്മൾ ഏതൊരു റീല് കണ്ടുപോയ എന്താ പറയുക, നമ്മൾ പഠിക്കാൻ മെഡിക്കൊന്നും പറയാൻ ഭയങ്കര പ്രൗഡാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സംഭവമേ ഉള്ളൂ. അതുപോലെ തന്നെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഈ ഒരു കോഴ്സിൽ ഒരു സാലറി കണ്ടിട്ട് വന്നതല്ല. എനിക്കൊരു ഡോക്ടർ ആയിട്ടിരിക്കണം. എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വരുന്നു, അവരുടെ അസുഖം കണ്ടുപിടിക്കുന്നു, അവർക്ക് നല്ലൊരു മരുന്ന് കൊടുക്കുന്നു. അവർ ചിലപ്പോൾ വിഷമമൊക്കെ വരും. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ ഇങ്ങനെ അയ്യോ വയ്യ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെ നല്ല അമ്മമാരൊക്കെ വരുവാണെങ്കിൽ അവരോട് നല്ല ഹാപ്പി ആയിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ പറയും. ഞാൻ അതൊക്കെയാണ് ഈ ഒരു ജോബിൽ, കാരണം ഞാൻ അതിൽ എൻജോയ് ചെയ്യും. എനിക്ക് 100% ഉറപ്പാണ് ഈ ഒരു കോഴ്സോടെ ഞാൻ എൻജോയ് ചെയ്യും. ഒരിക്കലും കഷ്ടപ്പെട്ട് എന്തായാലും ഞാൻ ഈ ജോലി ചെയ്യേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു സാലറി എന്ന് പറയുന്നത് അത്ര വലിയ, ഇപ്പൊ എനിക്കിപ്പോ ഒരു 10,000 രൂപ തന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് കൂടുതൽ കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ മേടിക്കാതിരിക്കും, അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ ഇൻ കേസ് കുറച്ച് പൈസ ആണെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് ആ ജോലി ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഈ കോഴ്സ് വർത്താണ്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ സാലറി ഇപ്പൊ കുറവാണെങ്കിൽ 10,000 ആയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്കിത് കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടുകാർ പിന്നെയും PG പഠിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുതരും എന്നുള്ള ഇതുകൊണ്ട് അഹങ്കാരം അതൊന്നും അല്ല. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് MBBS കഴിഞ്ഞ് ഇറങ്ങുന്ന ഡോക്ടേഴ്സിന് എണ്ണം കൂടുതലാണ്, കോമ്പറ്റീഷൻസ് അപ്പൊ എന്തായാലും കൂടുതലായിരിക്കും. അത് മാത്രമല്ല ചിലപ്പോൾ കിട്ടുന്ന സാലറി ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. നമ്മളിതെല്ലാം നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടൽ വെച്ചിട്ടിരിക്കണം. അല്ലാതെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന ഞാൻ പഠിച്ചു എന്ന് ജോലി കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര സാലറി കിട്ടുന്നുള്ള മൈൻഡ് സെറ്റ് വെക്കരുത്. നമ്മൾ രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10,000 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് അത്രയും എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നും അല്ല നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ജോലി ഞാൻ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു ജോലിയാണ്. അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ എനിക്കറിയാം അതിൻ്റെ ഇടയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാനൊരു MBBS ഡോക്ടേഴ്സുള്ള ഫാമിലി നല്ല വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇടാനും ഈ ആൾക്കാരിലേക്ക് ഞാനൊരു ഡോക്ടറിനെ എത്തിപ്പെട്ടാലും കുറെ ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ കോഴ്സിന് അത്രയും ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ നാളത്തെ ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ വെറുതെ ഒരു ഡോക്ടർ പേര് കിട്ടിയിട്ട് പിന്നെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കാൻ, അതായത് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനല്ല, ഈ ഒരു ജോബ് കൊണ്ട് ലൈഫ് ലോങ് മുന്നോട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു കോഴ്സ് വെർത്തായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ എന്താ പറയാ, ഞാനിപ്പോ നമുക്കൊരു റെസ്പെക്ട് കിട്ടുന്നുള്ളൂ. ഇപ്പൊ പലരും പറയുന്നുണ്ട് പണ്ടത്തോടെ റെസ്പെക്ട് ഒന്നും ഇല്ല. അതൊക്കെ ചിലപ്പോൾ ആയിരിക്കാതിരിക്കാം. പക്ഷെ എനിക്ക് എന്തായാലും ഞാനിപ്പോ പണ്ട് ഞാൻ നീറ്റിൽ പഠിക്കുന്ന സമയത്തും എഴുതണ്ട കാര്യമില്ല നടക്കൂല എന്ന് പറഞ്ഞവര് ഇന്ന് ഭയങ്കര പ്രൗഡായിട്ടും നമ്മളെ ഫാമിലി, ഞാനാണ് എന്റെ ഫാമിലിയിലെ ഫസ്റ്റത്തെ ഡോക്ടർ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ അമ്മയുടെ ആയാലും പപ്പയുടെ ആയാലും അപ്പൊ അവരൊക്കെ വന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ ആദ്യത്തെ ഡോക്ടർ അല്ലേ, മിടുക്കിയല്ലേ എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണില് എനിക്കൊരു റെസ്പെക്ട് തരുന്നുണ്ട്. ആ റെസ്പെക്ട് എന്റെ ഫാമിലി, എന്റെ വീട്ടിൽ എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അതെനിക്കൊരു പ്രൗഡാണ്. അതിപ്പോ നമ്മൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതൊരു കാരണം. ചിലപ്പോൾ അത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും, അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഈ കോഴ്സ് എനിക്ക് റെസ്പെക്ട് ആണ്. എനിക്ക് കണ്ടാണ്ട് നോക്കിയിട്ട് ഞാൻ ഈ കോട്ടും സ്റ്റെപ്പൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഉണ്ട്. എനിക്ക് എന്നോട് റെസ്പെക്ട് തോന്നുന്നുണ്ട്. നല്ലൊരു പ്രൊഫഷനെ ചൂസ് ചെയ്തിട്ടുണ്ട്. നീ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു അഭിമാനം എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ആൾക്കാരെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടു തരണം ഇത് ഞാൻ മൈൻഡ് ചെയ്തില്ല. കിട്ടിയാൽ നീ പറഞ്ഞ പോലെ കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ആ ഒരു മൈൻഡേ ഉള്ളൂ. ഞാനൊരു നീറ്റ് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്തും ഇതുപോലെ തന്നെ നിങ്ങളിപ്പോ നീറ്റ് സ്റ്റുഡൻസ് ആയിട്ട് കൂടുതലായി കാണുന്നത് അവരെ പോലെ തന്നെ ഞാനും ഇതുപോലെ കുറെ വീഡിയോസ് കാണുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി അതായത് MBBS കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ചെന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കണമെന്നില്ല. നമുക്ക് ഫുള്ള് പഠിത്തമായിരിക്കും, നമ്മുടെ ലൈഫ് ലോങ് പഠിക്കണമായിരിക്കും. അത് മാത്രമല്ല കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. നമുക്കൊരു PGക്ക് അഡ്മിഷൻ കിട്ടാൻ താമസമായിരിക്കും, ഇങ്ങനെ നമുക്കൊരു ജോലി കിട്ടാൻ താമസം. ഇതെല്ലാം ഇങ്ങനത്തെ വീഡിയോസ് കിട്ടി എന്റെ മനസ്സിലൊക്കെ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഈസി ആയിട്ടുള്ള ഒരു ജോലിയിലോട്ടല്ല പോകുന്നത് എന്ന് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിൽ വന്നതിന് ശേഷം എനിക്ക് ആ സിറ്റുവേഷൻസ് ഇങ്ങോട്ട് ഫേസ് ചെയ്യാൻ ഉറപ്പല്ല. ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എക്സാംസിന് ഫെയിൽ ചെയ്തിട്ടുണ്ട്, അതായത് ഇന്റേണൽ എക്സാംസ് കാര്യങ്ങൾ വന്നപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് കോളേജിൽ ഇരുന്ന എക്സാമിന്റെ സമയത്ത് സ്ട്രെസ് ആയിട്ട് കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ വൈവയ്ക്കൊക്കെ പോകുമ്പോഴേക്കും കളിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ
ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ. പക്ഷേ ഓൾറെഡി ഇതൊക്കെയാണ് റിയാലിറ്റി എല്ലാം എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു മനസ്സിലാക്കി ആയിട്ടാണ് ഞാൻ ഈ കോളേജിലോട്ട് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമായിരുന്നല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഓക്കെ ഇതൊക്കെ വരും, പാർട്ട് ഓഫ് ലൈഫാണ്, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ലൈഫിൽ ഇതൊക്കെ വന്നേ പറ്റൂ എന്ന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഓക്കെ കുഴപ്പമില്ല പോകാം. ഇപ്പൊ എന്റെ അമ്മ എന്നോട് ഒന്ന് ചോദിക്കും, എക്സാമിന്റെ സമയത്ത് ചത്ത കിടന്ന് പഠിക്കുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, മോളെ നിനക്ക് ഇപ്പൊ എടുക്കണ്ട എന്ന് തോന്നുന്നുണ്ടോ, എടുക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല. എക്സാമിന്റെ സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും, പക്ഷെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ. എന്തെങ്കിലും ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBBS വർത്താണ്. അതല്ലാണ്ട് കോളേജിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാം സഹിച്ച് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, കാരണം നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വರ್ತല്ല എന്ന് നമുക്ക് തോന്നാം. അതാണ് പറയുന്നത്, ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിലും എന്താ പറയുക, വേറെ ബാച്ചസിൽ, അതായത് 17 അല്ലെങ്കിൽ 16 അങ്ങനെയൊക്കെയുള്ള പല ബാച്ചസിലുള്ള കുട്ടികളൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഇതിന്റെ എക്സാംസ് എഴുതുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനർത്ഥം അവർ ചിലപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു എക്സാം ആ ഒരു കോഴ്സ് തന്നെ വേണമെന്നുള്ള നിർബന്ധം കൊണ്ടിട്ടായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു മെഡിക്കൽ ലൈഫിനെ പറ്റി നിങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നീറ്റിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യുക, ഞാൻ എന്തിനാണ് ഈ പ്രൊഫഷൻ എടുത്തത്, ഈ ഓരോ പ്രൊഫഷനിലെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ്സ് കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് അല്ലാതെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് എനിക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്ന് മാത്രം നോക്കി നിങ്ങൾ കിട്ടും. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പോയി ചേർന്ന്, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ഇങ്ങനത്തെ കുറെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് തന്നെ കിട്ടണമെന്നുള്ള എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.